സ്വന്തമായ ഒരു വീട് എന്നത് എല്ലാവരുടെയും വലിയൊരു സ്വപ്നമാണ്. എന്നാൽ വീട് പണിത് കഴിഞ്ഞാൽ തീർന്നോ? ഇല്ല. കാലപ്പഴക്കം കൊണ്ടോ സൗകര്യങ്ങൾ കൂട്ടാനോ വേണ്ടി വീട് പുതുക്കി പണിയേണ്ട സാഹചര്യം എല്ലാവർക്കും വരാം. പക്ഷേ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് പലരും ഈ ആഗ്രഹം മാറ്റിവെക്കും. നിങ്ങളുടെ വീട് മോടി പിടിപ്പിക്കാൻ പണമില്ല എന്ന് കരുതി വിഷമിക്കേണ്ട. അതിനായി നമുക്ക് ബാങ്കുകളിൽ നിന്നും ഹോം ഇംപ്രൂവ്മെന്റ് ലോണുകൾ ലഭ്യമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ ലോൺ എങ്ങനെ എടുക്കാം, എന്തൊക്കെ രേഖകൾ വേണം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നിവയെക്കുറിച്ചാണ്. നമ്മൾ സാധാരണ എടുക്കുന്ന ഭവന വായ്പയും വീട് പുതുക്കി പണിയാനുള്ള വായ്പയും തമ്മിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. പഴയ വീട് പെയിന്റ് അടിക്കാനോ തറയിലെ ടൈലുകൾ മാറ്റാനോ പുതിയൊരു മുറി പണിയാനോ എന്തിന് അടുക്കളയൊന്ന് മോടി പിടിപ്പിക്കാൻ പോലും ഈ വായ്പ ഉപയോഗിക്കാം. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ പേഴ്സണൽ ലോണുകളെ അപേക്ഷിച്ച് ഇതിന് പലിശ വളരെ കുറവാണ് എന്നതാണ്. ലോണിനായി അപേക്ഷിക്കുന്നതിന് മുൻപ് നിങ്ങൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ വീടിന്റെ ഉടമസ്ഥാവകാശം നിങ്ങളുടെ പേരിലായിരിക്കണം. പണിയാൻ പോകുന്ന കാര്യങ്ങളുടെ ഏകദേശ ചിലവ് കണക്കാക്കിയ ഒരു എസ്റ്റിമേറ്റ് കയ്യിൽ കരുതണം. ഇതൊരു അംഗീകൃത എഞ്ചിനീയറെ കൊണ്ട് തയ്യാറാക്കുന്നതാണ് നല്ലത്. കാരണം ബാങ്കുകൾ ഈ എസ്റ്റിമേറ്റ് നോക്കിയാണ് എത്ര രൂപ നിങ്ങൾക്ക് വായ്പ നൽകണം എന്ന് തീരുമാനിക്കുന്നത്. ഇനി നമുക്ക് ഇതിന് എന്തൊക്കെ രേഖകൾ വേണമെന്ന് നോക്കാം. ആദ്യം വേണ്ടത് നിങ്ങളുടെ തിരിച്ചറിയൽ രേഖകളാണ്. ആധാർ കാർഡ്, പാൻ കാർഡ് എന്നിവ നിർബന്ധമാണ്. ഇതിൽ ആധാർ കാർഡിലെ വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണം. നിങ്ങളുടെ വരുമാനം തെളിയിക്കുന്ന രേഖകളാണ് അടുത്തത്. നിങ്ങൾ ശമ്പളമുള്ള ജോലിയുള്ള ആളാണെങ്കിൽ കഴിഞ്ഞ 3 മാസത്തെ ശമ്പള രസീതും 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും വേണം. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ കഴിഞ്ഞ 2 വർഷത്തെ ആദായ നികുതി രേഖകൾ കരുതണം. വീടിന്റെ ആധാരം, നികുതി അടച്ച രസീത് എന്നിവയും ബാങ്ക് ചോദിക്കും. പലരും ചോദിക്കാറുള്ള ഒരു സംശയമാണ് എത്ര രൂപ വരെ ലോൺ കിട്ടും എന്നത്. സാധാരണയായി നിങ്ങളുടെ വീടിന്റെ ആകെ മൂല്യത്തിന്റെ 70% മുതൽ 80% വരെ തുക ബാങ്കുകൾ നൽകാറുണ്ട്. നിങ്ങളുടെ തിരിച്ചടവ് ശേഷി കൂടി കണക്കിലെടുത്തായിരിക്കും ഈ തുക നിശ്ചയിക്കുക. പലിശ നിരക്ക് ഓരോ ബാങ്കിലും വ്യത്യസ്തമായിരിക്കും. പൊതുമേഖലാ ബാങ്കുകളിൽ പലിശ കുറയാൻ സാധ്യതയുണ്ട്. അതിനാൽ വായ്പ എടുക്കുന്നതിന് മുൻപ് 1-2 ബാങ്കിലെങ്കിലും കയറി നിരക്കുകൾ ചോദിച്ച് മനസ്സിലാക്കണം. വായ്പ എടുക്കുമ്പോൾ നമ്മൾ വരുത്തുന്ന ചില വലിയ തെറ്റുകളുണ്ട്. അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. എസ്റ്റിമേറ്റ് തുക കൂട്ടിക്കാണിക്കരുത്. അത് വായ്പ തള്ളിക്കളയാൻ കാരണമാകും. അതുപോലെ തിരിച്ചടവ് കാലാവധി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാലാവധി കൂടുന്തോറും മാസത്തവണ കുറയുമെങ്കിലും ആകെ അടച്ചു തീർക്കുന്ന പലിശ കൂടും. നിങ്ങളുടെ കൃത്യമായ വരുമാനം കണക്കാക്കി മാത്രം തവണകൾ നിശ്ചയിക്കുക. സിബിൽ സ്കോർ മോശമാണെങ്കിൽ വായ്പ കിട്ടാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് മുൻപുള്ള വായ്പകൾ കൃത്യമായി അടച്ചു തീർക്കാൻ ശ്രമിക്കുക. 2026 പുതിയ മാറ്റങ്ങൾ അനുസരിച്ച് മിക്കവാറും ബാങ്കുകൾ ഇപ്പോൾ ഓൺലൈനായി അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട്. ബാങ്കിൽ നേരിട്ട് പോയി സമയം കളയേണ്ടതില്ല. അവരുടെ വെബ്സൈറ്റ് വഴിയോ ആപ്പ് വഴിയോ നിങ്ങൾക്ക് അപേക്ഷിക്കാം. എങ്കിലും കൂടുതൽ വിവരങ്ങൾക്കും സംശയങ്ങൾക്കും നിങ്ങളുടെ അടുത്തുള്ള ബാങ്കുമായി ബന്ധപ്പെടുന്നതാണ് നല്ലത്. വീട് എന്നത് നമ്മുടെ ഒരു വികാരമാണ്. അത് മനോഹരമായി സൂക്ഷിക്കാൻ പണം ഒരു തടസ്സമാകരുത്. കൃത്യമായി പ്ലാനിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ പലിശയിൽ വായ്പ എടുത്ത് വീട് സ്വർഗമാക്കാം. ഒപ്പം ഒരു കാര്യം കൂടി പറയട്ടെ, വായ്പ എടുക്കുന്നതിന് മുൻപ് അതിന്റെ എല്ലാ നിബന്ധനകളും വായിച്ച് മനസ്സിലാക്കണം. OTP നമ്പറുകളും പാസ്വേഡുകളും ആർക്കും കൈമാറരുത്. ഇത്തരം വായ്പാ തട്ടിപ്പുകൾ ഇപ്പോൾ ഒരുപാട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ജാഗ്രത പാലിക്കണം.